ട്രംപിന് പെട്ടെന്നൊരു മോഹം ഉണ്ടായിരിക്കുന്നു ഷീ ജിൻപിങ്ങിനെയും കിം ജോങ് ഉന്നിനെയും കാണണമെന്ന്. എന്താണ് കാര്യം? ഇന്ത്യയും ചൈനയും ഒക്കെ അടുത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ? എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച? ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് അടുത്ത വർഷം ഒക്ടോബറിൽ APEC വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഈ പറയുന്ന രണ്ട് മൂപ്പിലാന്മാരും വരുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിലെ മൂപ്പിലാൻ അങ്ങ് പോയിട്ട് കാണാനാണ് സാധ്യത. ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ APEC എന്ന് പറയുന്നത്. APEC എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അംഗരാജ്യങ്ങൾക്കിടയിൽ സ്വതന്ത്രവും തുറന്നതുമായിട്ടുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടത്തേക്ക് എന്തിനാണ് തൻ്റെ മാത്രം കാര്യം നോക്കുന്ന ട്രംപ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. സാമ്പത്തിക ഏകീകരണമൊക്കെ ഉറപ്പാക്കുക, പ്രാദേശിക സാമ്പത്തിക വളർച്ചയും ക്ഷേമവുമൊക്കെ മെച്ചപ്പെടുത്തുക, ഇത് വ്യാപാര ഉദാരവൽക്കരണം, നിക്ഷേപം സുഗമമാക്കുക, സാമ്പത്തിക സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെ അംഗരാജ്യങ്ങൾക്കിടയിൽ സംഭാഷണത്തിന് ഒരു നയപരമായിട്ടുള്ള രീതിയിൽ പോകാനുമൊക്കെ ആയിട്ട് വേദിയൊരുക്കുന്ന ഒരു സഖ്യമാണ് ഇത്. ഓസ്ട്രേലിയ, കാനഡ, ചൈന, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ 21 സമ്പദ് വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കാനായിട്ടൊക്കെയാണ് ട്രംപ് പോകുന്നത്. അപ്പോൾ ട്രംപിന് ഇപ്പോൾ ഈ ഒരു യാത്ര നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്. ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ചൈന അടുക്കുന്നുണ്ട്. വളരെ വല്ലാത്തൊരു രീതിയിലാണ് അടുക്കുന്നത്. കാരണം ചൈനയ്ക്കും മനസ്സിലായി കാര്യങ്ങൾ. ചൈനയ്ക്കും ഒരല്പം മനസ്സിലായിട്ടുണ്ട്, ഒരല്പം അല്ല നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയെ വിട്ടു നിന്നാൽ നടപടിയാകില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനുള്ള പല സഹായങ്ങളുമൊക്കെ ചൈന ഇപ്പോൾ നിർത്തി. CPECയുമായും ബന്ധപ്പെട്ടിട്ടുള്ള 2ാം ഘട്ട ഫണ്ട് ഇറക്കലുമൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ പലതരത്തിലുള്ള വ്യാപാര തർക്കങ്ങളും രാഷ്ട്രീയ പിരിമുറുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ അമേരിക്ക ചൈന ബന്ധത്തിലെ സമീപകാലത്തിലുള്ള തർക്കങ്ങളൊക്കെ അവർ തമ്മിലും ഉണ്ടല്ലോ. മറ്റേ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവർക്കിടയിലുമുണ്ട്, ചൈനയ്ക്കിടയിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായുള്ള ഉപതർക്കങ്ങളും ഒക്കെ ഇതിൽ പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇതിൽ പലരും ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒക്ടോബർ അവസാനത്തിന് നവംബർ ആദ്യ ആഴ്ചയിലുമാണ് ആദ്യ ആഴ്ചയ്ക്ക് ഇടയിലുമാണ് ദക്ഷിണ കൊറിയയിലെ ഗ്യോങ്ജു നഗരത്തിൽ ഈ സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. ട്രംപിൻ്റെ ഈ യാത്ര സാമ്പത്തിക സഹകരണത്തിൽ ശ്രദ്ധയൂന്നിയിട്ടുള്ളതാണ്. സാമ്പത്തിക സഹകരണമാണ് പ്രധാന വിഷയമെന്ന് പറയുന്നത്. മുൻ വിദേശ യാത്രകളിലേതുപോലെ തന്നെ അമേരിക്കയിലേക്കൊക്കെ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ള അതിനുള്ള ഒരു ശ്രമം കൂടിയാണ്. എനിക്ക് തോന്നുന്നു, നമുക്കറിയാം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ആകെ അടപടലം പൊട്ടി പാളീസായിരിക്കുകയാണ്. അതൊരു ഷെല്ല് മാത്രമാണ്. ഒന്നാഞ്ഞ് തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഷെല്ലും ഇല്ലാതെയാകുന്ന പുറമേയുള്ള അമേരിക്കയല്ല, ഈ പറഞ്ഞ് പൊലിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അമേരിക്കയല്ല, അതിനുള്ളിൽ ഒന്നുമില്ല, ശൂന്യമാണ് എന്നുള്ളത് ആ ഷെല്ലും കൂടി പൊടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് മാറ്റം വരുത്താനായിട്ട് കൂടുതൽ നിക്ഷേപമൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർശനം നടത്തുന്നത്. ഷീയുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ കൂടുതലും കിമ്മിനെ കാണണമെന്നുണ്ട് പറയുമ്പോഴും ഷീ ജിൻപിങ്ങിനെ കാണാനാണ് ട്രംപിന് കൂടുതൽ വ്യഗ്രത ഉള്ളത് എന്നാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങളെല്ലാം പുറത്ത് പറയുന്നത്. കഴിഞ്ഞ മാസം ഒരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഷീയും ട്രംപും. അപ്പോൾ ഷീ ട്രംപിനെയും ഭാര്യയെയും ചൈന സന്ദർശിക്കാൻ വേണ്ടി ക്ഷണിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ഇത് ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു ചർച്ചയൊക്കെ നടത്തി ബന്ധമൊക്കെ ഊഷ്മളമാക്കാനുള്ള സാധ്യതയായിട്ടായിരിക്കും. പേഴ്സണലി വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. ഒരു രാഷ്ട്ര ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഒരുപക്ഷെ ട്രംപിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടക്കുകൾ എന്നും ഇല്ലാതെ നമുക്ക് പരസ്പരം സഹകരിച്ച് പോകാമെന്ന് പറയുന്നതിന് വേണ്ടി ആയിരിക്കാം. അതല്ലെങ്കിൽ ട്രംപിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇത് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ട്രംപിൻ്റെ ദക്ഷിണ കൊറിയൻ യാത്ര ഷീയുമായിട്ടുള്ള ബന്ധം അത്ര സുഗമമല്ലാത്തൊരു സാഹചര്യത്തിലാണ്. നമുക്കറിയാം ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചൈനയ്ക്ക് വന്നു. ചൈന ഉടനടി അതിനൊരു മറുപടി കൊടുത്തത്
ഈ റെയർ എർത്ത് മിനറൽസ് ഞങ്ങളങ്ങ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നീടാണ് അടി അങ്ങോട്ടേക്ക് തുടങ്ങുന്നത്. നടയടി തുടങ്ങി അങ്ങോട്ടേക്കുള്ള അടി അങ്ങോട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. അടുത്തിടെ ചൈനയിൽ നടന്നിട്ടുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മിറ്റ്, ആ ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള പുടിനും ഉത്തര കൊറിയൻ നേതാവായിട്ടുള്ള കിം ജോങ് ഉന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ അവിടെ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചകളെ ആദ്യം ട്രംപ് വിമർശിച്ചു. പതിവ് പോലെ വാവിട്ട വർത്താനമൊക്കെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കൻ ഐക്യനാടുകൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന പുടിനും കിം ജോങ് ഉന്നിനും എൻ്റെ ഊഷ്മളമായിട്ടുള്ള ആശംസ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു ഫോട്ടോയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വലിയ നഷ്ടം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ട്രംപിനെതിരെ ആ സ്വന്തം നാട്ടിൽ ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇത് പങ്കുവെച്ച് അധികം വൈകാതെയാണ് ഈ ഒരു ഫോട്ടോയും ഈ ഒരു കുറിപ്പും കൂടി ട്രംപ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പൊതുവായിട്ട് ട്രംപിന് അവിടെയുള്ള സ്വീകാര്യത ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പല മാധ്യമങ്ങളും മനഃപൂർവ്വമായിട്ട് തന്നെ അത് പുറത്തു പറയാതിരിക്കാൻ, അതായത് അമേരിക്കയോട് താല്പര്യമുള്ള മാധ്യമങ്ങളൊന്നും ഒക്കെ തന്നെയും അത് പുറത്തു വിടാതിരിക്കാനുള്ള ഒരു കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട്. ചില പ്രൊപ്പഗാൻഡകൾക്ക് അനുസരിച്ചിട്ടാണല്ലോ വാർത്തകളൊക്കെ ചിലർ പടച്ചു വിടുന്നത്. അപ്പോൾ ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളത് ഇല്ല എന്നും മറച്ചു വയ്ക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഇതുവഴി കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ പ്രസ്താവനകൾ എന്തായാലും തന്നെ ട്രംപിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആ വിഷയങ്ങളിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. അപ്പോൾ മറുവശത്ത് ഇതേ സമയം ഈ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അതായത് ഇവർ ഇന്ത്യയുമായിട്ട് കച്ചവടത്തിന് പോകരുത്, ഇവർ അമേരിക്കയുമായിട്ട് കച്ചവടത്തിന് വരണം. അപ്പോൾ ചൈന ആയിക്കോട്ടെ, ചൈന എല്ലാ നിക്ഷേപവും എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ ബന്ധം ഊഷ്മളമായിട്ട് കൊണ്ടുപോകേണ്ടത് അമേരിക്കയുമായിട്ടാണ്. മറ്റു രാജ്യങ്ങൾക്കൊന്നും പറ്റില്ല എന്നുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ടീമാണ് ട്രംപ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ചൈനയുമായിട്ട് അമേരിക്ക തുടർന്ന വ്യാപാര യുദ്ധങ്ങളും താരിഫ് യുദ്ധവും ഒക്കെ തന്നെയും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ വലിയ രീതിയിൽ തന്നെ അകലാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. ഇതേ വിഷയം ഇന്ത്യക്കിടയിലുമുണ്ട്. ഇതേ വിഷയം തന്നെയാണ് ഇന്ത്യക്കിടയിൽ ഉണ്ടാവുകയും ആ വലിയ പ്രതിഷേധമൊക്കെ അമേരിക്കൻ നയതന്ത്രജ്ഞർ ഉൾപ്പെടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ പറയുന്നത് ഇന്ത്യയുമായിട്ട് നല്ല ടേംസിൽ പോകുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത്, ഇല്ലെങ്കിൽ വലിയ വിപത്താണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ട്രംപ് വന്നിട്ട് പറയുന്നത് മോദി എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ്, ഇന്ത്യ നല്ല രാജ്യമാണ്, പുകഴ്പെറ്റ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താൻ വരുന്നത്. അതേ നാണയത്തിൽ തന്നെയാണ് മോദി മറുപടി കൊടുത്തത്. ഇതേ രീതി തന്നെയാണ് ചൈനയോടും കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷീയുമായിട്ടുള്ള ട്രംപിൻ്റെ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് ഒരുപക്ഷെ പരിഹാരം കണ്ടേക്കാം എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി കിം ജോങ് ഉന്നുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതും ഈ പറയുന്ന സമ്മിറ്റിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയും നടത്താൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. അപ്പോൾ ദക്ഷിണ കൊറിയൻ പ്രസിഡൻ്റായിട്ടുള്ള ലീ ജെയ് മ്യൂങ്ങുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആണ് ട്രംപ് ഇതിനൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ അമേരിക്കയോട് ചേർന്നല്ലല്ലോ പോകുന്നത്. അപ്പോൾ വലിയ വിഷയങ്ങളൊക്കെ ഇരു രാജ്യങ്ങൾക്കിടയിലുമുണ്ട്. അപ്പോൾ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങുമായിട്ടൊക്കെ ചർച്ചയിൽ ട്രംപ് ഇതിന് വലിയ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് കിമ്മിനെ കുറിച്ച് ട്രംപ് അവകാശപ്പെട്ടു. അപ്പോഴും പറയുന്നത് അങ്ങനെയാട്ടോ, നേരിട്ട് പറയൂല, എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയില്ല. എങ്കിലും കിമ്മിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ കിമ്മിനെ കാണാനുള്ള ഈ ഒരു ശ്രമം എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിലാണ്. ഇതേക്കുറിച്ച് കിം ഒരു പ്രസ്താവന, അവിടെ നിന്ന് ഒരു വിഷയം പുറത്തേക്ക് വരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ച് കിമ്മിൻ്റെ ഒരു പ്രസ്താവനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ചൈനയെയും റഷ്യയും ഒക്കെ വിമർശിക്കുമ്പോഴും ഇന്ത്യയോടുള്ള ട്രംപിൻ്റെ നിലപാട് സൗഹൃദപരമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത്. ഈ പറയുന്നതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയാണ്. ട്രംപ് അത്തരത്തിലൊരു ഒരു എന്താ പറയുക, മയപ്പെടുത്തുന്ന ഒരു പതപ്പിക്കൽ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ട്രംപിൻ്റെ ഏഷ്യൻ യാത്ര എന്ന് പറയുന്നത് ചൈന, ഉത്തര കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള വിള്ളൽ വന്നിട്ടുള്ള ആ തന്ത്രപരമായിട്ടുള്ള ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവാകാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയാണ്, സാധ്യതകൾ തേടി തന്നെയാണ് ട്രംപ് പോകുന്നത്. അപ്പോൾ ട്രംപ് എല്ലാവരെയും വിളിച്ച് അപമാനിച്ചു വിടുന്ന ഒരു ട്രംപാണ്.
ഈ ട്രംപാണ് ഈ ലോക നേതാക്കൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും അവരൊന്നും ട്രംപിൻ്റെ രീതിയിൽ അപമര്യാദയായി പെരുമാറി വിടാനുള്ള സാധ്യതയില്ല. അവിടെയും ഒരു ചോദ്യചിഹ്നം കിമ്മാണ്. കിം എന്ത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാനാകില്ല. എന്തായാലും നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. കാരണം ആരും തമ്മിൽ ഉടക്കി മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതല്ലല്ലോ. എല്ലാവരും തമ്മിൽ ഒരു പരസ്പര സഹകരണം ഉണ്ടെങ്കിലാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഉന്നമനമൊക്കെ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.